ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളെ ഡെക്സ ബേബി നല്ല കുട്ടിട്ടോ ചപ്പാത്തി തിന്ന് കഴിഞ്ഞു കേട്ടോ. ചായ അത്രയ്ക്ക്. അപ്പം നമ്മൾ സമയം 9 ആയില്ല കേട്ടോ, 8:45. നമ്മളെ പണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുക്കളയിൽ പരമഞ്ഞ കണ്ട പന്തൽപത്രം ഇറക്കി വെച്ചിരിക്കണം. അപ്പം നമ്മൾ തേങ്ങ ചെരുവി വെച്ചിരിക്കുന്നേ നമുക്ക് കറക്കി അരയ്ക്കാനേ. ഇത് തേങ്ങ പൊട്ടിച്ചപ്പം അലങ്കോലപ്പെട്ട് പൊട്ടിപ്പോയി. അപ്പം നമ്മളിത് പൂണ്ട് വെച്ചതാണ്. ഇതങ്ങനെയൊക്കെയായിപ്പോയി. അപ്പോൾ ഒരു മുറി ഇങ്ങനെ ആയിപ്പോയി. അത് നമ്മൾ പൂണ്ട് വെച്ചിട്ട് നമ്മളൊന്ന് ചതയ്ക്കും. നമുക്ക് ഉപ്പേരിയിലേക്ക് എടുക്കാം. കറക്കി വേവിച്ച് വെച്ചിട്ട് ഉപ്പേരിയിൽ കളറ് കൊടുക്കാനാണിത്. ഉപ്പേരി ഇതാ വേറെയാണ് സംഭവം. ഇതാ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് കഴുകി ഊറ്റി വെച്ചതാണ്. നമ്മളെ ചെടി ഇതാ. പിന്നെ നമ്മളെ ചോറ് വാർത്ത് വെച്ച് ഓക്കേ. അങ്ങനെ നമ്മൾ പരിപ്പും പടവലും ഇവിടെ വെന്തു. ഇനി തേങ്ങ കലക്കാൻ പോവാട്ടോ. നല്ല വെന്തണ്ട. ഇനി നമ്മൾ തേങ്ങ ആട്ടി വെച്ച് തേങ്ങയിലേക്ക് ഇട്ടു. നമ്മൾ പരിപ്പും പടവലും അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരിൻ്റെ ചീഞ്ചട്ടിയിലേക്ക് ഇടാം. നമ്മൾ വറവിലേക്കല്ല ഇടുന്നത്. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് നമ്മൾ കളർ കാട്ടുന്ന ബീട്രൂട്ടിൻ്റെ ഉപ്പേരി മാത്രമാകുമ്പോൾ ഇവിടെ കഴിക്കില്ല. അപ്പോൾ ബീട്രൂട്ടും തീരണ്ടേമ്പക്ക് ഇനി നമ്മളിതാ തേങ്ങയും ഇതിന് പച്ചമുളകും പിന്നെ എന്താട്ടെ പച്ചമുളകും തേങ്ങയും ചതച്ചത്. ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി. ഇനി നമുക്ക് നമ്മൾ ഉള്ളി ഇതിൽ ചതച്ചിട്ടുണ്ട് തേങ്ങേൻ്റെ അകത്ത്. ഇനി ഉള്ളി ഇടുന്നില്ല ഈ ഉപ്പേരിയിൽ. എല്ലാ ഉപ്പേരിയിലും ഉള്ളി ഇത്ര തോന്നിടും. ഇന്ന് ചെറിയ ഉള്ളിയാണ് ഇട്ടത് തേങ്ങേൻ്റെ അകത്ത്. അപ്പോൾ നമ്മളിത് കുഴച്ച് നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ വെക്കണത്, വറവിലേക്കല്ലേ ഈ ഉപ്പേരി ഇടുക. ആണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മളിന്ന് മുറിച്ചതല്ലേ, അപ്പോൾ ഇത് കുറച്ച് വേവുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇച്ചിരി വെള്ളം പാർന്ന് അങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് അതിൻ്റെ ശേഷം നമുക്ക് വറവിടാം. അങ്ങനെ നമ്മളിതിൽ വെള്ളമൊക്കെ പാർന്നുണ്ട് കേട്ടോ. വെള്ളം പാർന്നുണ്ട്. നമ്മളെ കറി ആയിട്ടുണ്ട്. ഇച്ചിരി കൂടി വെള്ളമാക്കാം. ഇനി നമുക്ക് നല്ല അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ. നമ്മളിതാ ചീനച്ചട്ടി വെച്ച് നമ്മളെ വെള്ളമെല്ലാം വറ്റി ഉപ്പേരിയിൽ ഇത് വെന്തും ചെയ്ത് കേട്ടോ. അപ്പം നമുക്ക് ഇച്ചിരി വറവാകുന്ന വരെ നമുക്ക് ഒരു കൈ കൊണ്ട് പോകണം, ഒരു കൈ കൊണ്ട് നമ്മളതൊക്കെ അടിയിൽ അങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഇന്നലെ ഞാൻ ഉപ്പേരി അടുപ്പത്ത് വെച്ച് കണ്ടിട്ട് 2 അലക്കാനുള്ളത് അലക്കാൻ പോയി. അപ്പോഴേക്ക് ഉപ്പേരി അങ്ങനെ ഉപ്പേരി കരിഞ്ഞില്ല. അതേമാതിരി തേങ്ങയൊക്കെ അടി പോവില്ല, അതൊക്കെ ഒന്ന് കരിഞ്ഞു. അത് പിന്നെ വറവിലേക്ക് ഇട്ടിക്കുന്നു. അയ്യോ, നമ്മളെ തൂക്ക് പപ്പടം തീർന്നു. ഇനി ഉണ്ണേട്ടൻ കൊണ്ടുവരണം. എന്നാലും നമ്മളെ ഉണ്ണേട്ടനൊക്കെ എനിക്കുണ്ട്. അപ്പം നമ്മളിത് ഓഫ് ചെയ്ത് നമ്മൾ കറിയിൽ വറവായി. നമ്മൾ തൈര് മോരാക്കി വെക്കാൻ പോകും. മോരല്ല, അതും അങ്ങോട്ടാക്കി വെച്ചേക്കെ. എപ്പോഴും നമ്മൾ പറയും മോരാക്കി കൊടുക്കാമെന്ന്. ഇപ്പം നമ്മൾ മോരാക്കി വെക്കാം. ഇതാ നമ്മൾ ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി ഉള്ളി, അങ്ങനെ നമ്മൾ ഒരു തുള്ളി കറിവേപ്പില അങ്ങോട്ടിട്ട് ഇനി നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് ഇനി നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മളിത് മോരാക്കും. മോരാകുമ്പോൾ ഉണ്ണേറ്റം കുറച്ചങ്ങോട്ട് ചോറിലൊഴിച്ച് കൊടുത്തിട്ട് ബാക്കി അങ്ങ് കൂട്ടിക്കും. അപ്പോൾ അങ്ങനെയാണ് നല്ലത്. അമ്മായിക്കും ഇഷ്ടാട്ടോ. അങ്ങനെ മോരും റെഡി. ഇതൊക്കെ അങ്ങനെ നമ്മളെ തൈരിൻ്റെ കുപ്പിയാണിത്. ഡെക്സ ബേബി എന്താ നോക്കണേ? അപ്പം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കള പരന്നതൊക്കെ നമ്മൾ വൃത്തിയാക്കിട്ടോ. എല്ലാം വൃത്തിയാക്കി. നമ്മൾ പപ്പടം പൊരിച്ച്
ഉപ്പേരി വെച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി മോര് വെച്ച് അങ്ങനെ നമ്മളെ കറിയായി, നമ്മളെ മോരായി, നമ്മളെ അടുക്കള നൈറ്റ് വരെ പൂട്ടി. നമ്മളെ വീട്ടിലുണ്ടായ ഫ്രഷ് ഫുഡ്. നെക്സ്റ്റ് ബേബിക്ക് പുറത്ത് പോകാനായോ? ഇല്ലടാ, പോകാനായില്ല. നമ്മളെ സീവാവുണ്ടായി. നമ്മളെ രാജാവല്ലതാ, നല്ല സുന്ദരനും സുമുഖനും സുശീലനായിട്ട് ഇരിക്കണേ. എന്താവേ ഒരാള് നമ്മൾ പരിസരത്തേക്ക് വരുത്തൂല. ഇതാണ് എൻ്റെ കുട്ടീൻ്റെ പ്ലാനിങ്. ഇല്ല കുട്ടിയെ, ഇല്ല കുട്ടിയെ, ഒറ്റ നമ്മളൊന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. ഇതേ പോകാനായില്ലടാ, പോകാനായില്ല. എൻ്റെ ഡെക്സാമിൻ്റെ ചന്ത പോയോ? പോകാനായില്ലേ? നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ അടിച്ച് തിരുമ്പണ കാണല്ലേ, ആ ആളാണത്. അതാ നമ്മളെ നീലിമേ ഹായ് പറയ്. നീലിമേ ഹായ് പറയ്. അയ്യോ, അവളെ അമ്പലത്തിലൊക്കെ പോയി വന്ന ആളൊക്കെ അത്രയും ദൂരം ഉണ്ട് കേട്ടോ. ഞാൻ സൂം ചെയ്ത് അവളെ കൊണ്ട് പിടിച്ചതാ. അപ്പം ടാറ്റാ. ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ്. നമ്മളെ മീൻകുട്ടിയൊക്കെ ഫുഡ് കൊടുത്ത് രാവിലെ മീൻകുട്ടികളൊക്കെ അതിലുണ്ട്. നമ്മളെ മീനുകുട്ടികളെ നമുക്കൊന്ന് നോക്കാം. വല ഇട്ടതാണ്. കാരണം വെച്ചാൽ തവളക്കുട്ടികൾ ഇതിലിറങ്ങുക. എൻ്റെ മീൻകുട്ടികളെ പിടിക്കാൻ നോക്കി 4 പ്രാവശ്യം തവളക്കുട്ടികളെ ഞാൻ എടുത്ത് മാറ്റി. ഒരാളെ കിണ്ടി കൊണ്ടുപോയിട്ട് അവർക്ക് വെള്ളത്തിൽ കിടക്കാൻ പുതിയായിട്ടാണോ മീനിനെ പിടിക്കാനാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഉള്ളതൊക്കെ ബ്ലാക്കും കാര്യങ്ങളൊക്കെ. ഒരു പച്ചമീനൊക്കെ ഉണ്ടായിരുന്നു. 9 ആൾക്കാരേ ഉള്ളൂ ഇവർ. പിന്നെ കറുപ്പ് 3 എണ്ണം ഉണ്ട്, കാണൂല. പച്ചതാ അങ്ങോട്ടുണ്ട്, കണ്ടോ? അപ്പം നമ്മളെ സിംഹരാജാവാണ്. മൂപ്പര് പോകുന്നതിനാണ് ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഞാനുണ്ടാക്കി. ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് അവൻ കയറും വലിച്ച് പോവും. അതിന് ഞാൻ ഒരു തടസ്സം വെച്ചാണ്. പഴയ 2 കസാല എടുത്ത് ഇവിടെ വെച്ച്, നമുക്ക് ഇത്ര സ്ഥലം മതി. അപ്പോൾ അവൻ പോകില്ല. അപ്പോൾ അവൻ കുലായിലിരിക്കും. ശൂശി വയ്ക്കാണ്ടെങ്കിൽ അവൻ പുറത്തേക്ക് പോകും. ലോഞ്ഞി അച്ഛൻ്റെ കുഞ്ഞാണിട്ടോ, എൻ്റെ കുഞ്ഞാണിട്ടോ, ചക്കൊരു കുഞ്ഞാണ്. ടാറ്റ പറയും. ഹലോ ഗുഡ് മോർണിംഗ് പറയും. ഹലോ ഗുഡ് മോർണിംഗ്. ഞങ്ങളെ ചാനലാണ് ഇത്. പക്ഷെ എൻ്റെ അമ്മയാണ് ഇതിൽ കയറി നിരങ്ങണമെന്ന് പറയും. ഒരു ഷൈക്കൻ്റെ ഇട്ടാ. ഇതൊക്കെയാണോ എൻ്റെ ഷൈക്കൻ്റെ കേട്ടോ? അയ്യോ എൻ്റെ കുട്ടി ഷൈക്കൻ്റെ തന്നു കഴിച്ചു. ഇവൻ ഷൈക്കൻ്റെ ഒന്നും തരില്ല കേട്ടോ. അപ്പം ആകെ തരും ഉമ്മ. എൻ്റെ മോയിൽ കയറണം. കണ്ടോ ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ടാറ്റാ.